ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇതിന് കറിയൊന്നും വേണമെന്നില്ല, കറി കൂട്ടിയാൽ നന്നായിരിക്കും. ഞാനൊരു 5.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, കുറച്ച് നെയ്യ്, തേങ്ങാപ്പീര, വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും മാത്രം മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ ഞാൻ 5.5 കപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. സോ ഉപ്പ്, അതേപോലെ തന്നെ നെയ്യ് നമുക്ക് ഇപ്പോൾ കൂടുതൽ ആഡ് ചെയ്യാം. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി നെയ്യിട്ടാലും മതി. മുട്ട പൊട്ടിച്ചിട്ടു, അതേപോലെ തന്നെ തേങ്ങാപ്പീര ഇട്ടു. ഇത് ഞാൻ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തു. ഓക്കെ, സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇത് വെള്ളം ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ കുഴയ്ക്കുമ്പോൾ ആദ്യം സ്പൂൺ വെച്ച് ബ്ലെൻഡ് ചെയ്ത് നോക്കുക, കുറേശ്ശെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് തരിയില്ലാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലെൻഡറോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താ പറയുക, ആ ബാറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് അത്യാവശ്യം ബ്ലെൻഡ് ചെയ്തത്. സോ ഇത് കണ്ടില്ലേ, ഞാൻ ഇതേപോലെ തന്നെ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്ത് ആ ഗോതമ്പ് പൊടി നന്നായിട്ട് അങ്ങ് കുതിരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കണമെങ്കിൽ അത്ര നല്ലത്. പക്ഷെ ഞാൻ ഇത് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ സാധാരണ നമ്മുടെ തണുത്ത വെള്ളം തന്നെയാണ് യൂസ് ചെയ്തത്. നല്ല അടിപൊളി ചക്കി ആട്ട ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ ഇതേപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ 5.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്, ചെറിയ ഗ്ലാസ് ആണേ. അപ്പോൾ അതിന് ഞാൻ ഈ വലിയ ടംബ്ലർ ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ എന്തായാലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ന് പറയുമ്പോൾ 2.5 കപ്പിൽ ഞാനൊരു 2 ലിറ്റർ എന്തായാലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ലിറ്റർ ഒഴിച്ചിട്ടില്ല, 1.5 ലിറ്റർ വെള്ളം ആണ് എനിക്ക് ഒഴിക്കേണ്ടി വന്നിട്ടുള്ളത്. നല്ല രീതിയിലൊരു മിക്സ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു അധികം തിക്കൊന്നും വേണ്ട, നമ്മുടെ സാധാരണ ദോശമാവ് പോലുള്ള രീതിയിൽ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്ത് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തേ. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ദോശമാവ് പോലെ അധികം കട്ടിയൊന്നും ഇല്ലാത്ത, കണ്ടോ, നല്ല നേർത്ത രീതിയിൽ വരും. ഈ മുട്ട ആഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അടിക്ക് പിടിക്കത്തില്ല. നമ്മൾ എത്ര നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും ഏതൊരു ഇതിൽ ഒഴിച്ചാലും നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ഉപയോഗിക്കുന്നത്. നമ്മൾ മുട്ടയപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അത് ഞാൻ പാൻ ചൂടാക്കി. ഇപ്പം നമ്മൾ ബാറ്റർ റെഡി ആയത് കാരണം പാൻ ചൂടാക്കി ഒരു ആദ്യത്തെ പ്രാവശ്യം വരെ എണ്ണ തൊടവലേ ഉള്ളൂ ഞാൻ. ഇപ്പം ഇവിടെ ഇപ്പോൾ അധികം നെയ്യൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്റർ ഒഴിച്ച് നോക്കാം. ഓക്കെ, ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ രീതിയിൽ ചുമ്മാ അങ്ങ് ദോശ ചുടുന്ന പോലെ അങ്ങ് ചുട്ടാൽ മതി. ഇല്ലാത്ത വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഒഴിക്കുക. അങ്ങ് എത്ര വേണമെങ്കിലും നേർപ്പിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് ഗോതമ്പ് ദോശ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മുട്ടയിട്ടുകൊണ്ട് ഇത് വെജിൽ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഇത് നന്നായിട്ടങ്ങ് സൈഡ് പൊങ്ങി വരും. അതാണ് എൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഞാൻ മറിച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഇതും അങ്ങ് പോയിട്ട് വെള്ളം മൊത്തം വലിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും. സൈഡ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. ഓക്കെ, ചെറുതായിട്ട് ഇപ്പോൾ പൊങ്ങണം നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും. കയ്യിൽ വെച്ച് കുത്തി പിടിക്കുക ഒന്നും വേണ്ട, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. കണ്ടോ, വിട്ട് വരുന്നുണ്ട്. കൂടുതൽ ഇതാക്കിയൊന്നും വേണ്ട. നമുക്ക് ബാക്ക് സൈഡ് ഇത്തിരി ഒരു, കണ്ടോ, സൈഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതാണ് നമ്മുടെ പാകം മറിച്ചിടാനായിട്ടുള്ള. സോ ഇത് ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടപ്പേന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. കണ്ടോ, ഇപ്പോൾ ബാക്കിൽ അധിക രീതിയിൽ ബ്രൗൺ കളർ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മറിച്ചിടാം കേട്ടോ. സോ ഇതേ രീതിയിൽ മറിച്ചും തിരിച്ചും വിട്ടിട്ട് നമുക്ക് നല്ല ഒരു ഗോതമ്പ് ചായ കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തി കൂട്ടി തിന്നാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറികൾ കൂട്ടി തിന്നാം, കടലക്കറിയോ എന്ത് വേണമെങ്കിൽ. ചപ്പാത്തിക്ക് കുഴച്ച് ബുദ്ധിമുട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മാവ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമ്മുടെ ദോശമാവ് പോലെ തന്നെ പിറ്റേ ദിവസത്തേക്കും യൂസ് ചെയ്യാം. ഇത് കേടൊന്നും ആവത്തൊന്നുമില്ല. സോ ഇത് കണ്ടില്ലേ, ഞാൻ അതേപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇതേപോലെ തന്നെ കുറേ ദോശകൾ ചുട്ടിടാൻ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് സ്പീഡപ്പായിട്ട്
ഇതേപോലെ ചുട്ട് എടുക്കാവുന്നതാണ്. ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ അങ്ങോട്ട് ആയിക്കോളും. ഞാൻ ലോ ഫ്ലെയിമിലൊന്നും അല്ല ചെയ്യുന്നത്, നോർമൽ ഹീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചിടുക കൂട്ടിയിടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇതിനകത്ത് നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. നെയ്യൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നെയ്യൊക്കെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നെയ്യൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പക്ഷേ യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ചിലവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ശർക്കര ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം വേറെ ഒന്നും വേണ്ട, ഒരു സ്വീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.